ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. മൂലം നക്ഷത്ര ജാതകർക്ക് 2024 മാർച്ച് മാസത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്ന നക്ഷത്ര മാസഫലങ്ങൾ എങ്ങനെയായിരിക്കും ജാതകനെ സ്വാധീനിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ബന്ധുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ട് വരുന്നതാണ്. സാഹസികമായ പ്രവർത്തനങ്ങളിൽ നിന്നോ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ പിന്മാറേണ്ട സാഹചര്യമാണ്. പിന്മാറി നിൽക്കണം, അതിലൊന്ന് ഇടപെടാൻ പോകരുത് എന്നുള്ളതാണ്. ആയുർവേദ ചികിത്സാ രീതിയുടെ ഫലമായി ഉദരസംബന്ധമായതും നാഡീ രോഗസംബന്ധമായതുമായ രോഗങ്ങൾക്ക് ശമനങ്ങൾ ഉണ്ടാവും. ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ വ്യക്തതയോടും ശുദ്ധിയോടും കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. അപാകതകൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടമാകുവാൻ അല്ലെങ്കിൽ ഭൂമി വിട്ടുകൊടുക്കുവാൻ സാധ്യതയുണ്ട്, തയ്യാറാകേണ്ടി വരും. വിഷമങ്ങളായ സാഹചര്യങ്ങളിൽ നിന്നും സുഹൃത്തിനെ രക്ഷിക്കുവാൻ സാധിക്കും. പല സാഹചര്യങ്ങളിൽ നിന്നും, വിഷമഘട്ടങ്ങളായ പല സാഹചര്യങ്ങളിൽ നിന്നും, അപകടഘട്ടങ്ങളിൽ നിന്നും സുഹൃത്തിനെ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ ഈ അവസരം നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ കുറച്ചൊന്ന് പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്, വളരെ കാലമായി വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. വാഹനാപകടം, വീഴ്ച എന്നിവ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കുമായി ആത്മാർത്ഥമായി സഹകരിക്കും എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും സത്യാവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതുവഴി മിഥ്യാധാരണകൾ ഒഴിവാക്കുവാൻ സാധിക്കും. പുതിയ രീതിയിലുള്ള കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുന്നത് വിജയം കാണും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. കായികപരമായിട്ടും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഈ ആത്മാർത്ഥത മൂലം അത് നിങ്ങളെ വിജയത്തിൽ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ, വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.